ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി എന്താണ് ദ യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം നമ്മൾ പഠിക്കാൻ പോവാണ്. ആൻഡ് യു ക്യാൻ സീ ദ ടൈറ്റിൽ ഹിയർ അല്ലേ. ഞാൻ ഇവിടെ ഓൾറെഡി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അല്ലേ. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഏതൊരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന 3-4 ക്വസ്റ്റ്യൻസ് എന്താണ് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. ഷുവർ ക്വസ്റ്റ്യൻസ് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹെലൻ കെല്ലറിലൊക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മൾ പഠിച്ചത്. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, ഈ ആള് നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന വ്യക്തി ഏതിലാണോ അവർ എക്സ്പെർട്ടൈസ്ഡ് ആയത്, ഏതിലാണോ അവർ നേട്ടം കൈവരിച്ചത്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നോക്ക്, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചോദിക്കാം, ഇവരോട് രണ്ടുപേരും നമുക്ക് ചോദിക്കാൻ പറ്റാവുന്ന, മെറിയോട് ചോദിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇൻസ്പയർഡ് യു ടു ക്രിയേറ്റ് യെല്ലോ അംബ്രല്ല. യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് മൂവി ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചോദിക്കാം, വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ദ ഓഡിയൻസ് ടു ടേക്ക് ഫ്രം ദ ഫിലിം. നിങ്ങൾ ഈ ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് മെസ്സേജാണ്, നമുക്ക് എന്തൊരു സന്ദേശമാണ് ഈ സിനിമയിൽ നിന്നും ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചത്, അത് നമുക്ക് ഇവിടെ ചോദിക്കാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ യെല്ലോ അംബ്രല്ല സീം സിംബോളിക്. യെല്ലോ അംബ്രല്ല എന്താണ് ഇവിടെ വളരെ സിംബോളിക് ആയിട്ട് കാണുന്നു. വാട്ട് റെപ്രസെന്റ് യു, എന്താണ് യെല്ലോ അംബ്രല്ല നമുക്ക് സിംബോളിക് ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നത്, എന്തിനെയാണ് യെല്ലോ അംബ്രല്ല ഇവിടെ പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദ്യം. നാലാമത് നമുക്ക് എന്തെഴുതാം, നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെന്റ് വൈൽ ഷൂട്ടിംഗ് ദ ഫിലിം. നിങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്തല്ലോ, ഈ ഫിലിം ഷൂട്ട് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഒത്തിരി സമയം നിങ്ങൾ എടുത്തിട്ടുണ്ടാവും അല്ലേ, അതിനിടയിൽ സംഭവിച്ച എന്തെങ്കിലും ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ. അതായത് ഈ ഷൂട്ടിങ്ങിൻ്റെ പല പ്രവർത്തനങ്ങളും ഉണ്ടാവില്ലേ, അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, അഞ്ചാമത്തെ ചോദ്യം നോക്കാം, how did you feel when you heard about the Oscar nomination? ഓസ്കാർ നോമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ലോകോത്തര ശ്രദ്ധ വരുന്ന കാര്യമല്ലേ. സോ നിങ്ങൾക്ക് ഈ പറയുന്ന ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ഹേർഡ് അബൌട്ട് ദി ഓസ്കാർ നോമിനേഷൻ. ഓസ്കാർ നോമിനേഷൻ ദി യെല്ലോ അംബ്രല്ല എന്ന് പറയുന്ന ഈ മൂവി സിലക്റ്റഡ് ആണ്, നോമിനേറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ വാട്ട് ഡിഡ് യു ഫീൽ, നിങ്ങൾക്ക് എന്താണ് അനുഭവപ്പെട്ടത്, നിങ്ങളുടെ ആ സമയത്തുള്ളൊരു ഫീലിംഗ് എന്തായിരുന്നു ആ സമയത്തുണ്ടായ ഒരു വികാരം എന്തായിരുന്നു എന്ന് ചോദിച്ചൂടെ. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് വാസ് ദ റിഗാർഡിംഗ് പാർട്ട് ഓഫ് ബ്രിങ്ങിങ് ദി സ്റ്റോറി ടു ലൈഫ്. എന്താണ് ഈ ഒരു കഥ ഇങ്ങനെ സിനിമയാക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഹു ആർ യുവർ ബിഗ്ഗസ്റ്റ് ഇൻഫ്ലുവൻസസ് ഇൻ അനിമേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അനിമേഷൻ ഫിലിം ചെയ്യാൻ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി. നമുക്കൊക്കെ എപ്പോഴും എന്തുണ്ടാവും, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഓരോ ആളുകളുണ്ടാവും. സോ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്ങനെയാണ്, ആരാണ് ഈ പറയുന്ന അനിമേറ്റഡ് മൂവി അല്ലെങ്കിൽ അനിമേഷനിലേക്ക് നിങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട 7 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളിതിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള 5 ചോദ്യങ്ങൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, 5 ചോദ്യങ്ങളും എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും നിങ്ങളിത് പഠിക്കണം. ഈ 5 ക്വസ്റ്റ്യൻസ് പഠിക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പോൾ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം നിർബന്ധമായിട്ട്. 5 ചോദ്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ പോകാൻ പാടില്ല. ഓക്കെ സോ വി സ്റ്റോപ്പ് ഹിയർ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്ത് ചെയ്യാം, പുതിയൊരു ടോപ്പിക്, പുതിയൊരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.